കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ അസാധാരണ പ്രതിഷേധം. നിയമസഭയിലേക്ക് പ്രകടനമായെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ. ചരിത്രത്തിലില്ലാത്ത വിധം പ്രതിപക്ഷത്തെ അധിക്ഷേപിച്ചെന്ന് വി.ഡി. സതീശൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. രണ്ടാം കേസിലും സ്വാഭാവിക ജാമ്യത്തിലേക്ക് സാധ്യത. നരവനെയുടെ കുറിപ്പും ഇന്ത്യ-US വ്യാപാര കരാറും ഇന്നും പാർലമെന്റിൽ. പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് സാധ്യത. പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിച്ചേക്കും. നവനീത് ബിട്ടുവിനെതിരായ രാഹുലിന്റെ പരാമർശം രാഷ്ട്രീയായുധമാക്കാൻ BJP. മരിച്ചിട്ടും സി.ജെ. ചിലർ വേട്ടയാടുന്നെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ്. തങ്ങളുടെ കയ്യിൽ കള്ളപ്പണമില്ലെന്നും EDയോ CBIയോ പിന്നാലെയില്ലെന്നും MD TA ജോസഫ്. മരണം അന്വേഷിക്കുന്ന കർണാടക പോലീസ് കേരളത്തിലേക്ക്. വാഷിംഗ്ടൺ പോസ്റ്റിലെ 3-1 മാധ്യമപ്രവർത്തകരെ പിരിച്ചുവിട്ടു. കൂട്ടപ്പിരിച്ചുവിടലിന് കാരണമായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. പിരിച്ചുവിടപ്പെട്ടവരിൽ ഇഷാൻ തരൂരും ജെഫ് ബെസോസ് സ്ഥാപനം ഏറ്റെടുത്തതു മുതൽ പ്രതിസന്ധിയെന്ന ആരോപണം. ഇന്ത്യ-US വ്യാപാര കരാറിൽ പ്രതികരണവുമായി റഷ്യ. എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയെന്ന് വിശ്വസിക്കുന്നില്ല. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതികരണം. നിലപാട് ഇനിയും വ്യക്തമാക്കാതെ ഇന്ത്യ.